ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിന് നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 24-ാം വാക്യം. യേശു പറഞ്ഞു, കാഴ്ച പ്രകാരം വിധിക്കരുത്, നീതിയുള്ള വിധി വിധിപ്പീൻ. ഒരിക്കൽ ഒരു ടീച്ചർ തൻ്റെ കുട്ടികളോട് പറഞ്ഞു, ഞാൻ പറയുന്ന കഥ നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കൂ. മുങ്ങുന്ന ഒരു കപ്പലിൽ നിന്ന് ഒരു ഭർത്താവും ഭാര്യയും ഒരു ലൈഫ് ബോട്ടിന് സമീപം എത്തി. പക്ഷേ അതിൽ ഒരു സീറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭർത്താവ് വേഗത്തിൽ ബന്ധപ്പെട്ടതിൽ കയറി. ഭാര്യ കടലിൽ മുങ്ങുന്നതിന് മുമ്പ് തൻ്റെ അവസാന വാക്കുകൾ ഭർത്താവിനോട് പറഞ്ഞു. എന്നിട്ട് ടീച്ചർ ചോദിച്ചു, എന്തായിരിക്കാം ആ സ്ത്രീ പറഞ്ഞത്? വേഗത്തിൽ തന്നെ കുട്ടികൾ പല ഉത്തരങ്ങൾ പറഞ്ഞു. നിങ്ങൾ സ്നേഹമില്ലാത്തവനാണ്, നിങ്ങൾ സ്വാർത്ഥനാണ്, ഇങ്ങനെ ഒരുവനാണല്ലോ എൻ്റെ ഭർത്താവ് എന്ന് തുടങ്ങി അനവധി ഉത്തരങ്ങൾ. അവസാനം പിന്നിലൊരു കുട്ടി പറഞ്ഞു, നമ്മുടെ കുഞ്ഞിനെ നന്നായി ശ്രദ്ധിക്കണേ. ടീച്ചർ ആ കുട്ടിയോട് ചോദിച്ചു, നീ ഈ കഥ മുൻപ് കേട്ടിട്ടുണ്ടോ? അവൻ പറഞ്ഞു, ഇല്ല, എൻ്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ പിതാവിനോട് പറഞ്ഞത് ഇതായിരുന്നു. ടീച്ചർ ജനാലയ്ക്കലേക്ക് നീങ്ങി കണ്ണുനീർ തുടച്ചു. എന്നിട്ട് പറഞ്ഞു, അതുതന്നെയാണ് ആ സ്ത്രീയും പറഞ്ഞത്. രക്ഷപ്പെട്ട അയാൾ തനിയെ വീട്ടിലെത്തി തൻ്റെ മകളെ കോരിയെടുത്ത് ചുംബനം നൽകി. ആ മകൾ വളർന്ന് വലുതായി ഒരു ടീച്ചറായി. പിതാവിൻ്റെ മരണശേഷം ഒരിക്കൽ അവൾ പിതാവിൻ്റെ ഡയറി നോക്കുമ്പോൾ ഇങ്ങനെ കണ്ടു, എൻ്റെ ഭാര്യ ഒരു ക്യാൻസർ രോഗിയായിരുന്നു. ഏതാനും ദിവസങ്ങൾ മാത്രമേ അവൾ ജീവിക്കുകയുള്ളൂ എന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. അവളുടെ സന്തോഷത്തിന് വേണ്ടിയാണ് ആ യാത്ര ക്രമീകരിച്ചിരുന്നത്. അവളെ കടലിൽ ഉപേക്ഷിക്കുവാൻ എനിക്ക് തീരെ മനസ്സില്ലായിരുന്നു. എന്നാൽ അവൾക്ക് പകരം ഞാൻ മരിച്ചിരുന്നെങ്കിൽ ഞങ്ങളുടെ മകൾ മാതാവും പിതാവും ഇല്ലാത്ത ഒരു അനാഥ കുട്ടിയായി വളരേണ്ടി വരുമായിരുന്നു. അതിനാൽ വേദനയോടെ ഞാൻ മടങ്ങുകയായിരുന്നു. ക്ലാസ് മുറി നിശബ്ദമായി. ആ കുട്ടികളെപ്പോലെ വിധി പ്രഖ്യാപിക്കുവാൻ ധൃതി കൂട്ടുന്നവരാണ് അനേകരും. പക്ഷേ കഥ മുഴുവൻ അറിയാതെ വിധി പ്രഖ്യാപിച്ചാൽ അത് തികച്ചും തെറ്റായിരിക്കും. നാം കേൾക്കാതിരുന്ന ഭാഗത്തായിരിക്കാം സത്യം ഒളിഞ്ഞിരിക്കുന്നത്. ഏതൊരു സംഭവത്തിലെയും യാഥാർത്ഥ്യമാണ് നാം മനസ്സിലാക്കേണ്ടത്. കഥയറിയാതെ ആട്ടം കാണുന്നത് പോലെ എന്ന ചൊല്ല് നാം കേട്ടിട്ടുണ്ടല്ലോ. ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലവും അനന്തരഫലവും ആ സംഭവത്തേക്കാൾ പ്രധാനപ്പെട്ടതാണ്. പല കലഹങ്ങളുടെയും പിൻപിലും അർത്ഥസത്യം മാത്രമേ അറിഞ്ഞിട്ടുള്ളവരാണ്. അവർ പറയും, ഞങ്ങൾക്ക് ഇനി ഒന്നും അറിയേണ്ട. പക്ഷേ അതെത്ര അബദ്ധമാണ്. വസ്തുതകൾ മുഴുവൻ അറിയാതെ യാതൊരു കാര്യത്തിലും ഒരു തീരുമാനം കൈക്കൊള്ളുവാൻ ആർക്കും ഇടയാകരുത്. സത്യം ഗ്രഹിച്ച് നീതിപൂർവ്വം തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ നമുക്കും സാധ്യമാവണം. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ലഭിച്ച വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. സത്യം ഏതെന്ന് തിരിച്ചറിയുവാനുള്ള കൃപ ഞങ്ങൾക്ക് അവിടെ നിന്ന് നൽകണമേ. നീതിപൂർവമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ തക്കവണ്ണം ആവശ്യമായ പ്രാഗൽഭ്യം തന്ന് ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.